മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ദിവസങ്ങളാകുന്നു. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ ആരംഭിച്ചു. പക്ഷേ സൂചനകളൊന്നും തന്നെ ഇല്ല. തിരുവനന്തപുരത്ത് മത്സ്യബന്ധനത്തിനിടയിൽ കാണാതായ തൊഴിലാളികളെ കണ്ടെത്താനുള്ള തിരച്ചിൽ അത് ഇന്നും തുടരും. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഷിജിനെയും വിഴിഞ്ഞത്ത് കാണാതായ ജോണിനെയുമാണ് കണ്ടെത്താനുള്ളത്. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നും തിരച്ചിൽ നടക്കുക. തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന് ആരോപിച്ച് ഷിജിന്റെ കുടുംബം ഇന്നലെയും രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. കൂടുതൽ പേരെ തിരച്ചിൽ സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ദേവൻ MP വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ദേവൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെയും തിരച്ചിൽ നടന്നു, പക്ഷേ ആ തിരച്ചിൽ ഒട്ടും കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ള കുടുംബത്തിന്റെ പ്രതികരണവും നമ്മൾ കേട്ടതാണ്. ഇന്നിപ്പോ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ? സേതു, ഇന്നിപ്പോൾ രാവിലെ മുതൽ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ പറയുന്നത് പോലെ തന്നെ വിഴിഞ്ഞത്ത് നിന്നും ഒപ്പം തന്നെ മുതലപ്പുഴയിൽ നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഷിജിനെയും ഒപ്പം തന്നെ വിഴിഞ്ഞത്ത് കാണാതായ ജോണിനെയുമാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇപ്പോൾ രാവിലെ ഈ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം മത്സ്യബന്ധന തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിലുള്ള ഒരു പരാതി ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതെ, ദേവനിലേക്ക് നമുക്ക് എത്താം. തിരുവനന്തപുരത്ത് മത്സ്യബന്ധനത്തിനിടെ കാണാതായ തൊഴിലാളികളെ കണ്ടെത്താനുള്ള തിരച്ചിൽ അത് ഇന്നും തുടങ്ങിയിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ദേവൻ പറഞ്ഞു വന്നത്. കുടുംബത്തിന് വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഇത്രയും ദിവസമായിട്ടും കഴിഞ്ഞ 10 ദിവസമായി ഇവരെ കാത്തിരിക്കുകയാണ്. ഈ 10 ദിവസമായിട്ടും ഒരു സൂചനയും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയെങ്കിലും ഇന്നലെയും ഈ സമയബന്ധിതമായി ഈ തിരച്ചിൽ തുടങ്ങാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ദേവൻ, കേൾക്കാമെങ്കിൽ തുടർന്നോളൂ ദേവൻ. സേതു, ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ വിഴിഞ്ഞത്തിൽ നിന്നും മുതലപ്പുഴയിൽ നിന്നും വള്ളം മറിഞ്ഞ് കാണാതായ ഷിജിനെയും ഒപ്പം തന്നെ വിഴിഞ്ഞത്തിൽ നിന്നും കാണാതായ ജോണിനെയുമാണ് ഇനി കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള നീക്കത്തിലാണ്. രാവിലെ തന്നെ സ്കൂബ സംഘങ്ങളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കൂടി കഴിഞ്ഞ ദിവസം സമാന്തരമായ ഒരു തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമായി തന്നെ തുടരുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് നേരിട്ട് ഈ പറയുന്നത് പോലെ തന്നെ കടലിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് എത്തിക്കൊണ്ടൊരു തിരച്ചിൽ നടത്തുന്നുള്ള സംവിധാനങ്ങൾക്ക് അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഈ പറയുന്നത് പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ഇപ്പോൾ നടത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഷിജിന്റെ കുടുംബാംഗങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഈ ഒരു തിരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇതുവരെയും മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളും ഒപ്പം തന്നെ ഷിജിന്റെ കുടുംബാംഗങ്ങളും എല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും കടൽ ശാന്തമാകുന്ന മുറയ്ക്ക് വരും ദിവസങ്ങളിലും ഈ തിരച്ചിൽ ശക്തമാക്കാൻ തന്നെയാണ് സ്കൂബ ടീമിന്റെ തീരുമാനം. ഈ പറയുന്ന പോലെ തന്നെ ഈ പ്രതിഷേധമെല്ലാം തന്നെ ഒരു വശത്ത് നിൽക്കുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് സർക്കാരിന്റെ വാദം. പക്ഷേ ഈ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്നും ഈ പലപ്പോഴും പുലർച്ചെ ആരംഭിക്കേണ്ട തിരച്ചിൽ പലപ്പോഴും വൈകിയാണ് ആരംഭിക്കുന്നത് അടക്കമുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇന്നും തിരച്ചിൽ തുടരും. ഇന്ന് തന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഇരുവരെയും കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സ്കൂബ ടീം അംഗങ്ങളും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും. ഓക്കെ ദേവൻ.